ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് രാഗി ഷേക്കാണ്, അല്ലെങ്കിൽ പഞ്ഞിപ്പുല്ല് ഷേക്ക്. പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് റാഗിയുടെ കുറച്ച് ബെനിഫിറ്റ്സ് ഞാൻ പറയും. കുറച്ചേറെ ബെനിഫിറ്റ്സ്. റാഗിയിൽ ഒരുപാട് പ്രോട്ടീൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. റേറ്റ് വളരെ കുറവായിട്ടുള്ള എന്നാൽ ഒരുപാട് പ്രോട്ടീൻസും മിനറൽസും ഒരുപാട് ഗുണങ്ങളും ഉള്ള ഒരു ധാന്യമാണ് റാഗി, അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് എന്ന് അറിയപ്പെടുന്ന ഈ റാഗി. അതുപോലെ തന്നെ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രമേഹ രോഗികൾക്ക് നല്ലൊരു ഭക്ഷണം കൂടിയാണ് നമ്മുടെ റാഗി എന്ന് പറയുന്നത്. ഹൈ എമൗണ്ട് ഓഫ് ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം കൂടിയാണ് ഈ റാഗി. ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റൊമക്ക് പെട്ടെന്ന് നിറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫാറ്റ് വളരെ കുറഞ്ഞതിനാൽ പെട്ടെന്ന് ദഹിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് ഈ റാഗി. അതുകൊണ്ടാണല്ലോ ജനിച്ച് 6 മാസമായ കുട്ടികൾക്ക് കുറുക്ക് രൂപത്തിൽ ഈ ഒരു റാഗി ധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചർമ്മ പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരമാണ് ഈ റാഗി. അപ്പൊ ഈ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ ദോശയായിട്ടോ അല്ലെങ്കിൽ കുറുക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ്. എന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് റാഗി ഷേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കുന്നതിന് മുമ്പ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതുവരെയും എൻ്റെ യൂട്യൂബ് ചാനൽ അമീനാസ് എന്ന ഈ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് റാഗി നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. റാഗി പല തവണ കഴുകണം, ഒരുപാട് ചെളിയ അതിനകത്തുണ്ട്. അപ്പം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന റാഗി ഇട്ട് കൊടുക്കുക. റാഗി ഒന്ന് അരയാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് അരിച്ചും കൂടി എടുക്കും. അരിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഞാനിതിൽ അരിച്ചെടുക്കുന്നുണ്ട്. മുഴുവൻ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കുറുക്കിയെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് സ്പൂണിൽ നിന്ന് കൊട്ടിയിടുമ്പോഴത്തേനും പോകാത്ത ഒരു പരുവമാണ് നമ്മൾക്ക് ആവശ്യം. അപ്പം നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടെല്ലാം പോയി നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഒരു 2 ഈത്തപ്പഴം ഇടാം. ഇനി ഒരു 2 ടീസ്പൂൺ ആൽമണ്ട് പൗഡറും കൂടെ ഇടാം. ആൽമണ്ട് പൗഡർ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഷേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു ഓറിയോ ബിസ്ക്കറ്റ് ഇടുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ ബൂസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ബൂസ്റ്റോ അല്ലെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റോ മതി. ഈ ഓറിയോയുടെ ഒരു ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. നമ്മുടെ ആൽമണ്ട് പൗഡർ പ്രിപ്പയർ ചെയ്ത വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ അതിനകത്തേക്ക് ഏലക്കായും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏലക്കായുടെ ഫ്ലേവറും കൂടെ കിട്ടും. ആവശ്യത്തിന് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫുള്ള് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. നമ്മുടെ റാഗി ഷേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടില്ല, നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്.
ജസ്റ്റ് ഒന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് കുറച്ച് ബൂസ്റ്റ്, ഒരു ഹാഫ് ഈത്തപ്പഴവും കൂടി ഇടുന്നുണ്ട്. അതിൻ്റെ മണ്ടയിലേക്ക് ആൽമണ്ട് പൗഡറും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. ഈ ഷുഗർ നമ്മുടെ ഈത്തപ്പഴത്തിൻ്റേതും പിന്നെ ബൂസ്റ്റ് ഇതിൻ്റെയൊക്കെ ആ ഒരു മധുരമാണ് ഇതിനകത്ത് നിൽക്കുന്നത്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ ഹെൽത്തി ആയിട്ടുള്ള രാഗി ഷേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇതൊരു രാഗിയുടെ ആ ഒരു കുത്തലോ അല്ലെങ്കിൽ ആ രാഗിയുടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റോ അല്ലെങ്കിൽ രാഗി ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് കഴിക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഈ ഷേക്ക് സാധാരണ കുടിക്കുന്ന ഒരു ഷേക്കിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ തന്നെയാണ്. ഇനി ഈ രാഗിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് വല്ല ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കഴിച്ചാൽ മതി. അപ്പം ഒരുപാട് ബെനിഫിറ്റ്സ് അടങ്ങി ഈ ഒരു രാഗി ഷേക്ക് എല്ലാവർക്കും ഇഷ്ടമാകും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അമീനാസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.